അടുത്ത ഇക്വേഷൻ find the complete integral of px plus qy is equal to pq. നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ px plus qy equal to pq ആണ്, നോൺ ലീനിയർ PDE ആണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കംപ്ലീറ്റ് ഇൻറ്റഗ്രൽ കണ്ടുപിടിക്കണം. അപ്പോൾ ചാർപിറ്റ്സ് മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, ചാർപിറ്റ്സിൻ്റെ ഓക്സിലറി ഇക്വേഷൻസ് എഴുതി, ചാർപിറ്റ്സ് ഓക്സിലറി ഇക്വേഷൻസ് എഴുതിയിട്ട് എഫിനോട് നമ്മുടെ ഗിവൺ PDEയോട് കോമ്പാറ്റബിൾ ആയിട്ടുള്ള ഒരു PDE നമ്മൾ കണ്ടുപിടിക്കാൻ പോകും. അപ്പോൾ നമ്മൾ ഗിവൺ PDEനെ എഫ് ആയിട്ട് എടുത്തു. അതായത് എഫ് എന്ന് പറഞ്ഞാൽ ഏതാ, px plus qy minus pq equal to 0 എടുത്തു. അത് ഇക്വേഷൻ 1 ആയിട്ട് എടുത്തു. ഇനി ചാർപിറ്റ്സ് ഓക്സിലറി ഇക്വേഷൻസ് എന്ന് പറയുന്നത് ഏതാ, dx by fp equal to dy by fq equal to dz by pfp plus qfq equal to dp by minus of fx plus pfz equal to dq by minus of fy plus qfz എന്നുള്ളത്. ഇവിടെ എഫ് എന്ന് പറയുന്നത് px plus qy minus pq. അപ്പോൾ fp എന്ത് വരും, എക്സ് മൈനസ് ക്യൂ. അപ്പോൾ ഡി എക്സ് ബൈ എക്സ് മൈനസ് ക്യൂ ഈക്വൽ ടു ഡി വൈ ബൈ എഫ് ക്യൂ എന്ന് പറയുന്നത് വൈ മൈനസ് പി. അപ്പോൾ ഡി വൈ ബൈ വൈ മൈനസ് പി ഈക്വൽ ടു ഡി സെഡ് ബൈ പി എഫ് പി പ്ലസ് ക്യൂ എഫ് ക്യൂ. അപ്പോൾ പി ഇൻറ്റു എക്സ് മൈനസ് ക്യൂ പ്ലസ് ക്യൂ ഇൻറ്റു വൈ മൈനസ് പി എന്ന് വരും. ഈക്വൽ ടു ഡി പി ബൈ മൈനസ് ഓഫ് എഫ് എക്സ് എന്ന് പറയുന്നത് പി വരും. അപ്പോൾ പി പ്ലസ് പി ഇൻറ്റു എഫ് ഇസഡ്, ഇസഡിൻ്റെ ടേംസ് ഒന്നും ഇല്ല, അപ്പോൾ എഫ് ഇസഡ് 0. അപ്പോൾ മൈനസ് പി ഇൻറ്റു മൈനസ് പി പ്ലസ് പി ഇൻറ്റു 0 ഈക്വൽ ടു ഡി ക്യൂ ബൈ മൈനസ് ഓഫ് എഫ് വൈ പ്ലസ് ക്യൂ എഫ് ഇസഡ്. അപ്പോൾ എഫ് വൈ എന്നുള്ളത് ക്യൂ വരും, മൈനസ് ഓഫ് ക്യൂ പ്ലസ് ക്യൂ ഇൻറ്റു എഫ് ഇസഡ്. എഫ് ഇസഡ് 0 ആണ്, അപ്പോൾ ആ ടേം 0 ആയിപ്പോയി. അപ്പോൾ എന്തോന്നു, ഡി എക്സ് ബൈ എക്സ് മൈനസ് ക്യൂ ഈക്വൽ ടു ഡി വൈ ബൈ വൈ മൈനസ് പി ഈക്വൽ ടു ഡി സെഡ് ബൈ ഇതകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പി എക്സ് മൈനസ് പി ക്യൂ പ്ലസ് ഇവിടെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് തരും ക്യൂ വൈ മൈനസ് പി ക്യൂ. ആ പി ക്യൂ മൈനസ് പി ക്യൂ 2 ടൈംസ് വരുന്നുണ്ട്, അപ്പോൾ 2 ടൈംസ് മൈനസ് പി ക്യൂ ഉണ്ട്. അപ്പോൾ അതിനെ നമുക്ക് മൈനസ് 2 പി ക്യൂ എന്ന് എഴുതാം. ബാക്കി പി എക്സ് പ്ലസ് ക്യൂ വൈ മൈനസ് 2 പി ക്യൂ എന്ന് വന്നു. ഈക്വൽ ടു ഡി പി ബൈ മൈനസ് പി ഈക്വൽ ടു ഡി ക്യൂ ബൈ മൈനസ് ക്യൂ എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഡി എക്സ് ബൈ എക്സ് മൈനസ് ക്യൂ ഈക്വൽ ടു ഡി വൈ ബൈ വൈ മൈനസ് പി ഈക്വൽ ടു ഡി സെഡ് ബൈ, ഇവിടെ നമ്മുടെ ഇക്വേഷനകത്ത് പി എക്സ് പ്ലസ് ക്യൂ വൈ ഈക്വൽ ടു എന്താണ്, പി ക്യൂ ആണ്. പി എക്സ് പ്ലസ് ക്യൂ വൈക്ക് വരെ നമുക്ക് പി ക്യൂ കൊടുക്കാം. അപ്പോൾ പ്ലസ് പി ക്യൂ മൈനസ് 2 പി ക്യൂ വരും. അപ്പോൾ എന്ത് വരും, മൈനസ് പി ക്യൂ ആണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഡി സെഡ് ബൈ മൈനസ് പി ക്യൂ ഈക്വൽ ടു ഡി പി ബൈ മൈനസ് പി ഈക്വൽ ടു ഡി ക്യൂ ബൈ മൈനസ് ക്യൂ എന്ന് കിട്ടി. ഇനി നമ്മൾ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ജി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഡി പി ബൈ മൈനസ് പി ഈക്വൽ ടു ഡി ക്യൂ ബൈ മൈനസ് ക്യൂ എന്നുള്ള ആ ഒരു ഇക്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്തു. അപ്പോൾ ഡി പി ബൈ മൈനസ് പി ഈക്വൽ ടു ഡി ക്യൂ ബൈ മൈനസ് ക്യൂ. അതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്തോ ഒരു ഇൻറ്റഗ്രബിൾ ഫോമില്ല, ഇവിടെ നിന്ന് നമുക്ക് മൈനസ് സൈൻ കട്ട് ചെയ്ത് കളയാം. ഇൻറ്റഗ്രബിൾ ഫോമിലാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഡി പി ബൈ പിയുടെ ഇൻറ്റഗ്രൽ ലോഗ് പി ആൻഡ് ഡി ക്യൂ ബൈ ക്യൂവിൻ്റെ ഇൻറ്റഗ്രൽ ലോഗ് ക്യൂ പ്ലസ് സം കോൺസ്റ്റൻറ്റ് ലോഗ് എ. ഇപ്പോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്തപ്പോൾ ലോഗ് പി ഈക്വൽ ടു ലോഗ് ക്യൂ പ്ലസ് സം കോൺസ്റ്റൻറ്റ് ലോഗ് എ എന്ന് വന്നു. ദാറ്റ് ഈസ് പി ഈസ് ഈക്വൽ ടു എ ക്യൂ എന്ന് കിട്ടും. ലോഗ് കമ്പൈൻ ചെയ്തിട്ട് എലിമിനേറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ പി ഈക്വൽ ടു എ ക്യൂ എന്ന് കിട്ടി. അത് നമ്മൾ ഇക്വേഷൻ 2 ആയിട്ട് എടുത്തു. ഇതാണ് നമ്മുടെ സെക്കൻഡ് പി ഡി എന്ന് പറയുന്നത്. നമുക്ക് ഇക്വേഷൻ 1 ഉണ്ട് 2 ഉണ്ട്. അപ്പോൾ ഈ 2 ഇക്വേഷൻസ് കോമ്പാറ്റബിൾ ആണ്. നമ്മൾ സോൾവ് ചെയ്യാൻ പോവുക. അപ്പോൾ പി ഈസ് ഈക്വൽ ടു എ ക്യൂ എന്ന് ഇവിടെ കിട്ടി. ഇപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ ഇക്വേഷൻ 1 ഉം 2 കമ്പൈൻ ചെയ്തിട്ട് പിയുടെയും ക്യൂവിനെയും ഇൻ ടേംസ് ഓഫ് എക്സ് വൈ ആൻഡ് ഇസഡ് കണ്ടുപിടിക്കാൻ പോവുക. അപ്പോൾ പി ഈസ് ഈക്വൽ ടു എ ക്യൂ നമുക്ക് ഇക്വേഷൻ 2 കിട്ടി. അപ്പോൾ പിക്ക് പകരം നമുക്ക് ഇക്വേഷൻ 1 പിക്ക് പകരം എന്ത് കൊടുക്കാം, എ ക്യൂ എന്നുള്ള വാല്യൂ കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇക്വേഷൻ 2 1 ഇംപ്ലൈസ് എ ക്യൂ ഇൻറ്റു എക്സ് പ്ലസ് ക്യൂ വൈ മൈനസ് എന്താ വന്നേ വരിക, മൈനസ് പി ക്യൂ. പിക്ക് പകരം എ ക്യൂ. അപ്പോൾ മൈനസ് എ ക്യൂ സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഇക്വേഷൻ 2 പിക്ക് പകരം എ ക്യൂ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇക്വേഷൻ 1 പിക്ക് പകരം എ ക്യൂ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എ ക്യൂ എക്സ് പ്ലസ് ക്യൂ വൈ മൈനസ് എ ക്യൂ സ്ക്വയർ ഈക്വൽ ടു 0. ദാറ്റ് ഈസ് എന്ത് വരും, ഇവിടെ നിന്ന് നമുക്ക് ഒരു ക്യൂ കളയാമല്ലോ. ഇവിടെ ക്യൂ കോമൺ എടുത്തിട്ട് റൈറ്റിലേക്ക് പോകുമ്പോൾ ക്യൂ പൊക്കോളും. അപ്പോൾ എ എക്സ് പ്ലസ് വൈ മൈനസ് ഇവിടെ ഒരു ക്യൂ പോയി കഴിഞ്ഞാൽ മിച്ചം ഒരു ക്യൂ ഉണ്ട്. അപ്പോൾ മൈനസ് എ ക്യൂ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ദാറ്റ് ഈസ് എ ക്യൂ ഈക്വൽ ടു എ എക്സ് പ്ലസ് വൈ എന്ന് വരും. വിച്ച് ഇംപ്ലൈസ് ക്യൂ ഈസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ എ എന്ന് കിട്ടി. അപ്പോൾ ക്യൂവിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി പി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, പി ഈസ് ഈക്വൽ ടു എ ക്യൂ ആ. അപ്പോൾ ഇവിടെ നമുക്ക് ക്യൂവിന് പകരം എ എക്സ് പ്ലസ് വൈ ബൈ എ എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ പി എന്ത് വരും, എ ഇൻറ്റു എ എക്സ് പ്ലസ് വൈ ബൈ എ എന്ന് വരും. എയും എയും കട്ട് ചെയ്ത് പോയിട്ട് പി ഈസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് വൈ എന്ന് കിട്ടി. അപ്പോൾ ക്യൂവിൻ്റെ വാല്യൂ നമുക്ക് എ എക്സ് പ്ലസ് വൈ ബൈ എ എന്നും പിയുടെ വാല്യൂ എ എക്സ് പ്ലസ് വൈ എന്നും കിട്ടി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ, ഡി സെഡ് ഈക്വൽ ടു പി ഡി എക്സ് ക്യൂ ഡി വൈ എന്നുള്ള ഇക്വേഷൻ കൺസിഡർ ചെയ്യും. അതിനകത്ത് പിക്ക് വാല്യൂ ഇപ്പോൾ കിട്ടിയ വാല്യൂം ക്യൂവിന് വാല്യൂ ഇപ്പോൾ കിട്ടിയ വാല്യൂം കൊടുത്തിട്ട് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ റിക്വയർഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡി സെഡ് ഈക്വൽ ടു പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈക്കകത്ത് പിക്ക് വാല്യൂ എന്ത് കൊടുക്കണം,
എ ഇൻറ്റു എക്സ് പ്ലസ് വൈ ബൈ എ ആൻഡ് ക്യൂവിന് പകരം എ ഇൻറ്റു അല്ല പിക്ക് പകരം എ എക്സ് പ്ലസ് വൈ ആൻഡ് ക്യൂവിന് പകരം എ എക്സ് പ്ലസ് വൈ ബൈ എ എന്നുള്ള വാല്യൂ കൊടുക്കണം. അപ്പം എന്ത് വരും? ഡി സെഡ് ഈക്വൽ ടു പിക്ക് പകരം എ എക്സ് പ്ലസ് വൈ. അപ്പോൾ എ എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡി എക്സ് പ്ലസ് ക്യൂവിന് പകരം എ എക്സ് പ്ലസ് വൈ ബൈ എ ഇൻറ്റു ഡി വൈ എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഡി സെഡ് ഈക്വൽ ടു നമ്മൾ അകത്തേക്ക് മൾട്ടിപ്ലൈ. അപ്പോൾ എന്ത് വരും? എ എക്സ് ഡി എക്സ് പ്ലസ് വൈ ഡി എക്സ് പ്ലസ് എ എക്സ് ഡി വൈ. എ എക്സ് ഡി വൈ എന്നുള്ളത് എന്ത് വരും? എയും എയുടെ കട്ട് ചെയ്ത് പോയിട്ട് എ എക്സ് ഡി വൈ ബൈ എ ഉണ്ട്. ഇവിടെ ഒരു എ ഉള്ളതുകൊണ്ട് ഇതിന് നമുക്ക് എ എക്സ് ബൈ എ പ്ലസ് വൈ ബൈ എ എന്ന് എഴുതാമല്ലോ. എ എക്സ് ബൈ എ എന്ന് പറയുന്നത് എന്താ? എക്സാ. അപ്പോൾ എക്സ് ഡി വൈ പ്ലസ് വൈ ബൈ എ ഡി വൈ നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് നമുക്കിതിനെ ഡി സെഡ് ഈക്വൽ ടു എ എക്സ് ഡി എക്സ് അതെങ്ങനെ നടന്നു. ഇനി വൈ ഡി എക്സ് പ്ലസ് എക്സ് ഡി വൈന് നമുക്ക് എങ്ങനെ എഴുതാം? ഡി ഓഫ് എക്സ് വൈ എന്ന് എഴുതാം പ്ലസ് വൈ ബൈ എ ഡി വൈ. അപ്പോൾ ഇതെല്ലാം ഇൻറ്റഗ്രബിൾ ഫോമിലാണ്. ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഡി സെഡിൻ്റെ ഇൻറ്റഗ്രൽ ഇസഡ് വരും ഈക്വൽ ടു എ എക്സ് ഡി എക്സിൻ്റെ ഇൻറ്റഗ്രൽ എ ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് ഡി ഓഫ് എക്സ് വൈ ആണ് ആര്? വൈ ഡി എക്സ് പ്ലസ് എക്സ് ഡി വൈ. അപ്പോൾ ഡി ഓഫ് എക്സ് വൈയുടെ ഇൻറ്റഗ്രൽ എക്സ് വൈ പ്ലസ് വൈ ബൈ എ ഡി വൈയുടെ ഇൻറ്റഗ്രൽ വൈ സ്ക്വയർ ബൈ 2a പ്ലസ് സം കോൺസ്റ്റൻറ്റ് ബി ബൈ 2 കൊടുത്തു. അപ്പോൾ നമ്മൾ 2 വെച്ച് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2z ഈക്വൽ ടു എ എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ ബൈ എ പ്ലസ് ബി എന്ന് വരും. ഇനി നമ്മളൊരു ഈ എ വെച്ച് ഒന്നെങ്കിൽ ഇത് നമ്മുടെ റിക്വയർഡ് സൊല്യൂഷൻ. നമുക്ക് ഇതിനെ ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ എ വെച്ച് ത്രൂ ഔട്ട് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ ഡിനോമിനേറ്ററിൽ എ പൊക്കോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എ വെച്ച് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 2az ഈക്വൽ ടു എ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് 2axy പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇവിടെ നമ്മൾ എ ബി എന്നാണ് വരുന്നത്. അതിന് ബി എന്ന് കൊടുത്താലും കുഴപ്പമില്ല. ബി എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻ്റ് എന്നുള്ള മീനിങ്ങേ ഉള്ളൂ അല്ലേ. അതുകൊണ്ടാണ് ഇവിടെ ബി എന്ന് കൊടുത്തത് കേട്ടോ. എ ബി എന്ന് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ റിക്വയർഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്.